ഹലോ എവരി വൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IaaS മോഡലാണ്. ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് ആണ് ഈ IaaS എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലൗഡ് സർവീസ് മോഡൽസ് ഡിസ്കസ് ചെയ്തിരുന്നു. അതിനകത്ത് മെയിനായിട്ട് 3 ടൈപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അതിനകത്തുള്ള ഒരു ടൈപ്പാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ മോഡൽ എന്ന് പറയുന്നത്. സോ അത് എന്തൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, മാത്രമല്ല അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ IaaSന് പറയുന്ന മറ്റൊരു പേരാണ് ഹാർഡ്വെയർ ആസ് എ സർവീസ് എന്നുള്ളത്, അതായത് HaaS. ഇത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോമിനകത്തുള്ള വൺ ഓഫ് ദ ലെയറാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 3 ലെയേഴ്സ് ഉണ്ട്, SaaS ഉണ്ട്, PaaS ഉണ്ട്, IaaS ഉണ്ട്. അതിനകത്തുള്ള ഒരു ലെയറാണ് ഈ IaaS എന്ന് പറയുന്നത്. ഇത് കസ്റ്റമേഴ്സിന് മെയിനായിട്ട് IT ഇൻഫ്രാസ്ട്രക്ചേഴ്സാണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. സർവേഴ്സായിട്ടും നെറ്റ്വർക്കിംഗ് ആയിട്ടും പ്രോസസ്സിങ്ങിനായിട്ടും സ്റ്റോറേജിനായിട്ടും വെർച്വൽ മെഷീൻസ് ആയിട്ടും മറ്റെല്ലാ റിസോഴ്സസുകളായിട്ടും ഇവർ IT ഇൻഫ്രാസ്ട്രക്ചറാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഈ റിസോഴ്സിനെ നമുക്ക് ഇൻ്റർനെറ്റ് ത്രൂ യൂസ് ചെയ്യാൻ കഴിയും. മാത്രമല്ല പേ ആസ് പെർ യൂസ് മോഡലാണ് ഇതിനകത്ത് അവർ ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്ക് IaaSൻ്റെ സർവീസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടിംഗ് ആണ്. ഇവിടെ കമ്പ്യൂട്ടിംഗ് ആസ് എ സർവീസ് ആയിട്ടാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് വെർച്വൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്സും വെർച്വൽ മെയിൻ മെമ്മറിയുമാണ്. അതായത് എൻഡ് യൂസേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ സ്റ്റോറേജ് പർപ്പസിന് വേണ്ടിയിട്ട് വെർച്വൽ മെയിൻ മെമ്മറിയും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെർച്വൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്സും അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ IaaS ആസ് എ കമ്പ്യൂട്ടിംഗ് സർവീസായിട്ട് മാറുന്നത്. പിന്നെ വരുന്നത് സ്റ്റോറേജ് ആണ്. IaaS പ്രൊവൈഡർ ബാക്ക് എൻഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള സർവീസസും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഫയൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് എൻഡ് സ്റ്റോറേജ് ആയിട്ടും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്ന സർവീസ് നെറ്റ്വർക്ക് ആസ് എ സർവീസാണ്. ഇതിനകത്ത് നെറ്റ്വർക്ക് കമ്പോണൻസ് ആയിട്ടുള്ള റൂട്ടേഴ്സ്, സ്വിച്ചസ്, ബ്രിഡ്ജസ് എല്ലാം ഇവർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ വെർച്വൽ മെഷീനിന് വേണ്ടിയിട്ടുള്ള. അതുകൊണ്ട് തന്നെ IaaSൻ്റെ മറ്റൊരു സർവീസാണ് നെറ്റ്വർക്ക് ആസ് എ സർവീസ്. പിന്നെ വരുന്നത് ലോഡ് ബാലൻസേഴ്സ് ആണ്. ഇതിനകത്ത് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ലെയറിന് വേണ്ടിയിട്ടുള്ള ലോഡ് ബാലൻസിങ് ക്യാപ്പബിലിറ്റിയും ഈ IaaS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിനകത്തുള്ള മറ്റൊരു സർവീസ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, അതായത് IaaSനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സർവീസ്. ഒന്ന് നമ്മൾ പറഞ്ഞ എന്താണ്, കമ്പ്യൂട്ടിംഗ് ആസ് എ സർവീസാണ്. അതായത് വെർച്വൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എൻഡ് യൂസേഴ്സിന് സ്റ്റോറേജ് പർപ്പസിന് വേണ്ടിയിട്ട് വെർച്വൽ മെയിൻ മെമ്മറി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് കമ്പ്യൂട്ടിംഗ് വരുന്നത്. പിന്നെ വരുന്നത് സ്റ്റോറേജ് ആണ്. അവരുടെ ബാക്ക് എൻഡ് സ്റ്റോറേജ്, അതായത് ഫയൽസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് ആസ് എ സർവീസായിട്ടും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഈ ലെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് നെറ്റ്വർക്ക് ആസ് എ സർവീസാണ്. ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് റൂട്ടേഴ്സ്, സ്വിച്ചസ്, ബ്രിഡ്ജസ് എല്ലാം ഇങ്ങനത്തെ നെറ്റ്വർക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സർവീസുകളും അവർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ലോഡ് ബാലൻസിങ് ആണ്. ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്ന ലോഡ് ബാലൻസിങ് ക്യാപ്പബിലിറ്റീസും ഇവർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് IaaSൻ്റെ സർവീസസ് വരുന്നത്. പിന്നെ ഇനി IaaSൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണ്? ഷെയർഡ് ഇൻഫ്രാസ്ട്രക്ചറാണ്. അതായത് സെയിം ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ വെച്ചുകൊണ്ട് മൾട്ടിപ്പിൾ യൂസേഴ്സിന് ഈ IaaSനെ ഷെയർ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. അതാണ് ഷെയർഡ് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ട് മീൻ ചെയ്യുന്നത്. പിന്നെ വരുന്നത് വെബ് ആക്സസ് ടു ദ റിസോഴ്സസ്. അതായത് ഇതിനകത്ത് IT യൂസേഴ്സിന് ഈസിലി ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് റിസോഴ്സസിനെ ആക്സസ് കഴിയുമെന്നുള്ളതാണ് വെബ് ആക്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് പേ ആസ് പെർ യൂസ് മോഡലാണ്. ഇതിന് എക്സ്ട്രാ ചാർജസ് ഒന്നും ആവശ്യമില്ല. എത്രയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് പേ ചെയ്യുക എന്നുള്ളതാണ് ഈ മോഡലിൻ്റെ മറ്റൊരു ബെനിഫിറ്റ്. ഈ IaaS പ്രൊവൈഡേഴ്സ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് പേ ആസ് പെർ യൂസ് ബേസിലാണ്. യൂസേഴ്സിന് എത്രയാണോ അവർ യൂസ് ചെയ്തത് അതിനനുസരിച്ച് മാത്രം പേ ചെയ്താൽ മതി എന്നുള്ളതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഫോക്കസ് ഓൺ ദ കോർ ബിസിനസ്. ഈ IaaS പ്രൊവൈഡേഴ്സിൻ്റെ കേസിൽ ഒരിക്കലും ഇപ്പോൾ എൻഡ് യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് IT ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചോ അതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതൽ കോൺഷ്യസ് ആവേണ്ട ആവശ്യമില്ല. അവർക്ക് എന്താണോ അവരുടെ ഓർഗനൈസേഷൻ്റെ കോർ അല്ലെങ്കിൽ എയിം എന്താണോ അത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി എന്നുള്ളതാണ് അടുത്ത അഡ്വാൻറ്റേജ്. പിന്നെ വരുന്നത് ഓൺ ഡിമാൻഡ് സ്കാലബിലിറ്റിയാണ്. ഈ ഓൺ ഡിമാൻഡ് സ്കേലബിലിറ്റിയാണ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് IaaS. IaaSൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ് ഓൺ ഡിമാൻഡ്
സ്കാലബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഈ യൂസേഴ്സിന് ഒരിക്കലും സോഫ്റ്റ്വെയർ അപ്ഗ്രേഡിനെ കുറിച്ചോ ട്രബിൾ ഷൂട്ടിനെ കുറിച്ചോ അത്തരം ഇഷ്യൂസിനെ കുറിച്ചോ ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ചോ ഒന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വെരി ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് എപ്പോഴാണോ അവരുടെ ഡിമാൻഡ് അല്ലെങ്കിൽ അവരുടെ പർപ്പസ് വരുന്നത് അതിനനുസരിച്ച് നമ്മളുടെ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഈ ഒരു സർവീസ് എന്തായിരിക്കും, സ്കേലബിൾ ആയിരിക്കും. അതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അഡ്വാൻറ്റേജസിൽ പറഞ്ഞത്? ഹയാസിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഒന്ന് ഷെയർഡ് ഇൻഫ്രാസ്ട്രക്ചറാണ്. അതായത് ഈ ഒരു സെയിം ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിനെ മൾട്ടിപ്പിൾ യൂസേഴ്സിന് ഒരേ സമയം ഷെയർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. പിന്നെ വെബ് ആക്സസ് ടു ദ റിസോഴ്സസ് ആണ്. അതായത് ഈസി ആയിട്ട് IT യൂസേഴ്സിന് ഇൻ്റർനെറ്റ് കണക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ റിസോഴ്സസുകൾ ആക്സസ് ചെയ്യാൻ കഴിയും. പിന്നെ വരുന്നത് പേ ആസ് പെർ യൂസ് മോഡലാണ്. എത്രയാണോ യൂസറിൻ്റെ റിക്വയർമെൻറ്റ്, എത്രയാണോ അവർ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് മാത്രം പേ ചെയ്താൽ മതി എന്നുള്ളതാണ് അടുത്ത അഡ്വാൻറ്റേജ്. പിന്നെ പറയുന്നത് ഫോക്കസ് ഓൺ ദ കോർ ബിസിനസ്സാണ്. ഇവിടെ ഈ IT ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു കാര്യവും ഒരു എൻഡ് യൂസറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കോൺഷ്യസ് ആവേണ്ട ആവശ്യമില്ല. ബിക്കോസ് എന്താണ്, അവർ ഇത്ര പേ ആസ് പെർ യൂസ് മോഡൽ വെച്ച് പേ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അയാസിൻ്റെ. സോ ഇത് യൂസ് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്താൽ മതി, ഓർഗനൈസേഷൻ്റെ കോർ എന്താണ്, എയിം എന്താണ്, അത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. പിന്നെ വരുന്നത് ഓൺ ഡിമാൻഡ് സ്കാലബിലിറ്റിയാണ്. ഇവിടെ അയാസ് യൂസ് ചെയ്യുന്ന യൂസേഴ്സ് ഒരിക്കലും സോഫ്റ്റ്വെയർ അപ്ഗ്രേഡിനെ കുറിച്ചോ ട്രബിൾ ഷൂട്ട് ഇഷ്യൂവിനെ കുറിച്ചോ ഹാർഡ്വെയർ കമ്പോണൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ചോ ഒന്നും ബോധർ ആവേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ്. ഇത് ഓരോ യൂസേഴ്സിൻ്റെയും ഡിമാൻഡ്സിനനുസരിച്ച് ഇതെന്തായിരിക്കും, സ്കാലബിൾ ആയിരിക്കും. അതുകൊണ്ട് ഈസി ടു യൂസ് ആണ്. പിന്നെ വരുന്നത് നമുക്ക് അയാസിൽ വരുന്ന ഡിസഡ്വാൻറ്റേജസ് ആണ്. എന്തൊക്കെയാണ് അയാസിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് വൺ സെക്യൂരിറ്റി ആണ്. അയാസിൽ വരുന്ന വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നതും ഈ ഒരു സെക്യൂരിറ്റി പ്രോബ്ലമാണ്. എത്രയൊക്കെ ആയാലും ഈ ഒരു അയാസ് പ്രൊവൈഡേഴ്സിന് ഒരിക്കലും 100% സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ്. പിന്നെ മെയിൻ്റനൻസും അപ്ഗ്രേഡും. ഹയർ സർവീസ് പ്രൊവൈഡേഴ്സ് സോഫ്റ്റ്വെയർ മെയിൻറ്റെയിൻ ചെയ്യും, മാനേജ് ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ പോലും ചില ഓർഗനൈസേഷൻ്റെ കേസിൽ അവർക്ക് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യുന്നിടത്തൊക്കെ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. സോ അത്തരം മെയിൻ്റനൻസ് പ്രോബ്ലംസും അപ്ഗ്രേഡ് പ്രോബ്ലംസും പലപ്പോഴും വരാറുണ്ട് എന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജസ് ആണ്. പിന്നെ വരുന്നതാണ് ഇൻ്ററോപ്പറബിലിറ്റി ഇഷ്യൂസ്. അതായത് ഇതിനകത്ത് അയാസ് പ്രൊവൈഡറിൻ്റെ അകത്ത് ചിലപ്പോഴെങ്കിലും ഇതിനകത്ത് അതിൻ്റെ വിർച്വൽ മെഷീനെ ഒരു പ്രൊവൈഡറിൽ നിന്ന് മറ്റൊരു ക്ലൗഡിലേക്ക് എന്ത് ചെയ്യണം, മൈഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ടി ഇഷ്യൂസ് വരാറുണ്ട്. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത് വെൻഡർ ലോക്കിനായിരിക്കും. അതായത് ഒരു വെൻഡറിൽ നിന്ന് മറ്റൊരു വെൻഡറിലേക്ക് അവർ എന്തെങ്കിലും സർവീസുകളോ അല്ലെങ്കിൽ അതിൻ്റെ മെഷീൻ ഡാറ്റകളോ എന്തെങ്കിലും പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോൾ അത് അവിടെ വർക്ക് ആവാത്ത പ്രശ്നം, അതായത് ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമിൽ ഡിഫറെൻ്റ് ആയ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് എങ്കിൽ വരുന്ന ഇഷ്യൂസാണ് ഇത്തരം ഇൻ്ററോപ്പറബിലിറ്റി ഇഷ്യൂസ്. അപ്പോൾ ഈ വെർച്വൽ മെഷീൻ മൈഗ്രേറ്റ് ചെയ്യുന്നിടത്ത് വരുന്ന ഡിഫിക്കൽട്ടീസാണ് ഇത്തരം ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളുടെ ഡിസഡ്വാൻറ്റേജസ് ഒന്നുകൂടെ നോക്കാം. ഒന്ന് സെക്യൂരിറ്റിയാണ്. എത്രയ്ക്ക് ആയാലും അയാസിന് 100% സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. പിന്നെ ചില ഓർഗനൈസേഷൻ്റെ കേസ് വരുമ്പോൾ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡും മെയിൻ്റനൻസും അവരത് സപ്പോർട്ട് ചെയ്യാത്തത് കാരണം പല ഡിസഡ്വാൻറ്റേജസും വരാറുണ്ട്. പിന്നെ ഇൻ്ററോപ്പറബിലിറ്റി ഇഷ്യൂസാണ്. അതായത് ഒരു വെൻഡറിൽ നിന്ന് മറ്റൊരു വെൻഡറിലേക്ക് വിർച്വൽ മെഷീൻ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് വേണ്ട രീതിയിൽ സപ്പോർട്ട് ആവാതെ വരികയും വെൻഡർ ലോക്കിൻ എന്നുള്ള സെക്യൂരിറ്റി ഇഷ്യൂ വരികയും ചെയ്യും. ഇത്രയാണ് അയാസിൻ്റെ ഡിസഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ സർവീസസ് ഡിസ്കസ് ചെയ്തു, അഡ്വാൻറ്റേജസ് ഡിസ്കസ് ചെയ്തു, ഡിസഡ്വാൻറ്റേജസ് ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും കൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.